പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയുന്ന ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ പുസ്തകം 23 അധ്യായം അതിന്റെ 3 വാക്യം ഇങ്ങനെ പറയുന്നു: പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപ്പാൻ നടത്തും. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ തന്റെ ഹല്ലേലൂയ മകനെ പേടിച്ച് താൻ ഓടിപ്പോയപ്പോഴുള്ള ഒരു സങ്കീർത്തനമാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പറഞ്ഞ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന ദൈവം, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ നടത്തുന്ന ദൈവം, പ്രാണനെ തണുപ്പിക്കുന്ന ദൈവം. സ്തോത്രം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ദാവീദിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ തന്റെ പ്രാണനെ ചൂട് പിടിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിന് നടുവിൽ ദാവീദ് തന്റെ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ഇവിടെ പറയുന്നൊരു ഹല്ലേലൂയ ഭാഗമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രാണനെ തണുപ്പിക്കുന്ന കർത്താവ്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, ദാവീദ് ഇപ്പോൾ ആയിരിക്കുന്ന കൂരിന് താഴെ കൂടെ കടന്നു പോകുന്ന ഭക്തനായ മനുഷ്യൻ തന്റെ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവത്തെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എപ്രകാരം പോറ്റി പുലർത്തുമെന്ന് തിരുവചനത്തിന്റെ അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയാണ്. ദാവീദിന്റെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ നാം നോക്കുകയാണെങ്കിൽ, ദാവീദ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചത്, തന്റെ ബാല്യകാലം മുതൽ താൻ അനുഭവിച്ചത് നമുക്ക് കാണുവാൻ. കാട്ടിൽ വെച്ച് തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ വളർത്തിക്കൊണ്ട് നാട്ടിൻകൂട്ട നേരെ സിംഹവും കരടിയും ഒക്കെ വന്ന് അതിനെ ആക്രമിക്കുവാനിടയായി. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയും, മാതാപിതാക്കളായ സഹോദരങ്ങളാലും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ദാവീദ് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ യാതൊരു കാര്യങ്ങൾക്ക് പോലും ദാവീദിനെ അവർ ഉൾപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ വചനത്തിന്റെ വെളിച്ചം നിങ്ങളോട് പറയാൻ കഴിയും. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മനുഷ്യർ നിങ്ങളെ തള്ളിക്കളയും. ദാവീദിനെ ദൈവം തന്റെ രാജ്യത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കണ്ടപ്പോൾ ദാവീദിന്റെ പിതാവോ തന്റെ സഹോദരന്മാരോ തന്നെ അംഗീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. കൂടെ നിർത്തുവാൻ ആഗ്രഹിച്ചില്ല അവര്. ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു? അവനെ എത്രത്തോളം അകറ്റിക്കളയുവാൻ കഴിയുമോ അത്രത്തോളം അവനെ ദൂരത്താക്കി. ഭവനത്തിന്റെ ഒരു കാര്യങ്ങളിൽ പോലും ദാവീദിനെ ഉൾപ്പെടുത്തിയില്ല. അവരുടെ സന്തോഷങ്ങളിൽ ഉൾപ്പെടുത്തിയില്ല. അവർക്ക് ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ നിയമങ്ങൾ, അവരുടെ ഹല്ലേലൂയ ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നും ദാവീദിനെ പങ്കെടുക്കുകയോ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി എന്ന പ്രാധാന്യം പോലും നൽകാതെ അവിടെ നിന്നൊക്കെയും ദാവീദിനെ അകറ്റിക്കളഞ്ഞ അനുഭവം. സ്വന്തം പിതാവിൽ നിന്ന് പോലും കയ്പിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യൻ, തന്റെ ജീവിതത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം വേദനകൾ സംഭവിച്ചൊരു മനുഷ്യൻ. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം ദാവീദ് ശൗൽ തന്റെ നേരെ കടന്നു വരുമെന്നത് കാണുവാൻ കഴിയും. ശൗല് തന്നെ കൊന്നു കളയുവാൻ ശ്രമിക്കുന്നത് കാണുവാൻ കഴിയും. തന്റെ ഭാര്യയായ മേഖല പോലും തനിക്ക് വിരോധമായി നിൽക്കുന്നത് കാണാൻ കഴിയും. തന്റെ മകനായ അബ്ശാലോം പോലും തന്റെ എതിരെ നിൽക്കുന്നത് കാണുവാൻ കഴിയും. അങ്ങനെ തന്റെ പ്രിയപ്പെട്ടവർ പോലും തന്നെ എതിരാക്കി ശത്രുവായി എണ്ണി ഹല്ലേലൂയ തന്റെ രാജാവകാശം അല്ലെങ്കിൽ രാജാവിന്റെ ആ സിംഹാസനത്തെ തന്നെ കൊന്നു കളഞ്ഞിട്ട് തന്റെ അധികാരങ്ങളെ പിടിച്ചു വാങ്ങുവാൻ ആഗ്രഹിച്ച വ്യക്തികളുടെ നടുവിൽ നിന്ന് ദാവീദ് പലപ്പോഴും ഓടി പോകുന്ന പ്രാണഭീതിയോടെ ഓടിപ്പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ ഓരോ ഭാഗമാണ് ഇത്. ദാവീദ് മരണകരമായ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഇവിടെ പറയുന്നു, തന്റെ മകൻ തന്നെ കൊന്നു കളയുവാൻ വേണ്ടിയിട്ട് കൂടി ആലോചിച്ച് തന്നെ ഹല്ലേലൂയ പക്ഷി കണിയിൽ പെടുത്തുന്നത് പോലെ അങ്ങനെ പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ അത് മനസ്സിലാക്കി ദാവീദ് തനിക്ക് നേരെ യുദ്ധം ചെയ്യാതെ പകരം മകനിൽ നിന്ന് ദൂരേക്ക് ഓടിപ്പോയി തന്റെ പ്രാണാർത്ഥം ഓടിപ്പോയി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ പോയതിന്റെ സമയമാണ് നമ്മളിവിടെ വായിച്ചത്. കണ്ണുനീരിന് താഴെ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഹല്ലേലൂയ സ്വസ്ഥതയുള്ള വെള്ളം, ഭൂമിയിലുള്ള സ്വസ്ഥത, മാനുഷികമായ സ്വസ്ഥത
പുറമേയുള്ള സ്വസ്ഥത തനിക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തന്റെ സ്വസ്ഥതയെ ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്ക് അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ പ്രാണൻ ചൂട് പിടിക്കുന്ന അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ തന്നെ നേരെ കടന്നു വരുമ്പോൾ തനിക്ക് നിലനിൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ ഹല്ലേലൂയ തന്റെ നേരെ അടുത്തു വരുന്ന ഹല്ലേലൂയ ശത്രുക്കളുടെ നേരെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുകയാണ് എന്റെ പ്രാണൻ ചൂട് പിടിക്കുന്ന അനുഭവമാണ്. എനിക്ക് ആശ്വസിപ്പിക്കാൻ വകയില്ല. ഞാൻ ഭയപ്പെടുന്ന അവസ്ഥയാണ്. എനിക്ക് തകർന്നു പോകുന്ന അനുഭവമാണ്. എന്നാൽ ഈ ഭൂമിയിൽ എന്നെ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ കൂട്ടം കൂടുന്ന വ്യക്തികൾ ഉണർന്നാൽ ഞാൻ എന്റെ പ്രാണനെ ഹല്ലേലൂയ പ്രാണ തണുപ്പിക്കുന്ന ദൈവത്തിങ്കിലേക്ക് എന്റെ മുഖത്തെ ഉയർത്തുകയാണ്. സ്തോത്രം. അവിടെ പറയുന്ന തിരുനാമ നിമിത്തം, ദൈവത്തിന്റെ നാമനിമിത്തം, ദൈവവചന നിമിത്തം അവൻ എന്നെ നീതി പാതകൾ നടത്തും. സത്യത്തിന്റെ പാതകളിലേക്ക് അവനെ നടത്തും. കൂടെ കൂടെ കടന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ എനിക്കൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ദൈവം കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ തരത്തിലുള്ള എല്ലാ വിധമാകുന്ന പ്രശ്നങ്ങളും കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രാണൻ പലപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അറിയാത്ത ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ ഇരുട്ടിന് മനോഹരമായ താഴ്വര ഉണ്ടെങ്കിലും ഞാനൊരു തിന്മയും ഭയപ്പെടുകയില്ല. കാരണം യഹോവ എന്റെ ഇടയനാകുന്നു. അവൻ എന്നെ പച്ചപ്പുള്ള ഹല്ലേലൂയ സ്വസ്ഥതയുള്ള ശാന്തമായ വെള്ളത്തിന്റെ അരികിലേക്ക് നടത്തും. ഹല്ലേലൂയ. ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ മാറിപ്പോകും. ഇന്നത്തെ ഹല്ലേലൂയ വേദന നിന്നിരിക്കുന്ന അവസ്ഥകൾ എന്റെ ജീവിതം മാറിപ്പോകും. പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഓടി വിളിക്കുകയല്ല, പകരം പ്രശ്നങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ അടുത്തു ചെല്ലുകയാണ് എന്ന് തിരുവചനം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഉണ്ട്. ഹല്ലേലൂയ. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ നിന്നോട് ചേരുക കാക്ഷിക്കും. ദാവീദ് തന്റെ പ്രശ്നങ്ങളെ ദൈവത്തിൽ നിന്ന് അകന്ന് ഓടി ഒളിക്കല്ല പകരം പ്രശ്നങ്ങളെ അതിജീവിച്ച് പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിങ്കിലേക്ക് ആശ്രയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലവിധമാകുന്ന ഒരു പക്ഷെ രോഗമായിരിക്കാം, ഒരു പക്ഷെ കടഭാരമായിരിക്കാം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരമായിരിക്കാം, കുടുംബജീവിതത്തെ കുറിച്ച് ആയിരിക്കാം, മാതാപിതാക്കളെ കുറിച്ചായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷമഘട്ടങ്ങളാണെങ്കിലും ഏത് പ്രതിസന്ധികളാണെങ്കിലും നമ്മെ ഹല്ലേലൂയ നമ്മുടെ പ്രാണനെ പ്രശ്നങ്ങൾ വിടുവിക്കുന്ന, നമ്മുടെ ജീവനെ മടക്കി നൽകുന്ന, നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടു പോകാതെ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാതെ നമ്മെ പുലർത്തുന്ന, തീച്ചുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും അതിന് നടുവിൽ നമ്മെ നിലനിർത്തുന്ന, തീ നമ്മെ തൊടാതെ, അഗ്നി ജ്വലിപ്പിച്ചു കളയാതെ, വെള്ളം നമ്മെ മുക്കിക്കളയാതെ നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു ദൈവം, നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ പല ഒരു ദൈവ പൈതൽ പലവിധമാകുന്ന ശത്രുവിന്റെ പോരിലൂടെ കടന്നു പോകാൻ ശത്രു ജയിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. തകർന്നു പോവാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വാസത്തോടെ നിൽക്കുക. ദൈവത്തിന്റെ വലിയ പ്രവർത്തനങ്ങളുടെ ചെയ്ത് വെളിപ്പെടുവാനിടയാകും. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.